എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ എത്ര കാലമായി ജുമുഅക്ക് വരാൻ തുടങ്ങിയിട്ട് മാർക്ക കല്യാണം കഴിഞ്ഞ തൊട്ടടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ ഉപ്പയുടെയോ ഉപ്പയുടെയോ കയ്യും പിടിച്ചിട്ട് നിങ്ങൾ പള്ളിയിൽ വന്നിരുന്നെങ്കിൽ, ജുമുഅക്ക് വന്നിരുന്നെങ്കിൽ, അന്ന് മുതൽ ഖതീബുമാര് ഇമാമുമാര് ഓതുന്നൊരു സൂറത്ത് നിങ്ങൾ കേൾക്കാറില്ലേ? അതെ, വെള്ളിയാഴ്ച മഗ്രിബിനും വെള്ളിയാഴ്ച ഇശാ നിസ്കാരത്തിലും അതുപോലെ വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിലും സാധാരണ ഖതീബുമാർക്ക് ഓതൽ, ഇമാമുമാർക്ക് ഓതൽ സുന്നത്തുള്ള ഒരു സൂറത്താണ് സൂറത്ത് സുബ്ഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. അതിനോട് തൊട്ടടുത്തുള്ള സൂറത്തുൽ ഗാശിയ. എല്ലാ പുണ്യത പ്രത്യേക നിസ്കാരങ്ങളിലും ഈ സൂറത്ത് സുന്നത്തുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിൽ ഖതീബ് ഇഖ്തറബയും കാഫ് സൂറത്തും ഓതിയില്ലെങ്കിൽ ഓതേണ്ടത് സബ്ബിഹിസ്മയും ഹല്ലത്താക്കയുമാണ്. എല്ലാ നാട്ടിലും ഇമാമുമാർ അങ്ങനെയാണ് ഓതാറുള്ളത്. വെള്ളിയാഴ്ച ജുമുഅക്കും അതാണ് സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ മുനാഫിഖൂന ഓതുന്നില്ലെങ്കിൽ പിന്നെ ഇതാണ് ഓതാറുള്ളത്. ഇങ്ങനെ ഒട്ടുമിക്ക നിസ്കാരങ്ങളിലും സാധാരണ പകലുള്ള നിസ്കാരങ്ങളിൽ പതുക്കെയാണ് ഓതാറുള്ളത്. പകരത്തെ എല്ലാ നിസ്കാരത്തിലും പതുക്കെ ഓതൽ സുന്നത്താണ്. രാത്രി നിസ്കാരത്തിൽ ഉറക്കെ ഓതൽ സുന്നത്താണ്. അതേ സമയത്ത് വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിലും പെരുന്നാൾ നിസ്കാരത്തിലുമൊക്കെ പകലാണെങ്കിലും ഉറക്കെയാണ് ഓതാറുള്ളത്. ഞാൻ ചോദിക്കുന്നു, സൂറത്തിന്റെ ആദ്യ ഭാഗമൊക്കെ പലപ്പോഴും പതുക്കെ ഓതാറുണ്ട്. മഅ്മൂമീങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ സമയം കൊടുക്കുന്ന സമയം, ആ സമയം കൊടുക്കേണ്ടതിന് വേണ്ടി ആ ഫാത്തിഹന്റെ മുമ്പ് അല്പം മൗനം ദീക്ഷിക്കൽ സുന്നത്താണ്. ഇമാം മൗനം ദീക്ഷിക്കുമ്പോൾ ആ മൗനത്തിലാണ് ആ മുഅ്മിനീങ്ങൾ ഫാത്തിഹ ഓതേണ്ടത്. ആ ഇമാം ഇങ്ങനെ മൗനം ദീക്ഷിക്കുന്ന സമയത്ത് ഇമാം പതുക്കെ ഓത്തുകൊണ്ട് ശുഗലാവണം. അപ്പോൾ എന്തെങ്കിലും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. ഉറക്കെ ഓതാൻ പോകുന്ന സൂറത്ത് ഇതിന്റെ ആദ്യം പതുക്കെ ഓതിയാലും മതിയാകുന്നതാണ്. അതേ സമയത്ത് ഉറക്കെ ഓതുന്ന സൂറത്തിന്റെ ആദ്യ ഭാഗം പതുക്കെ ഓതിയിട്ട് അത് ബാക്കി ഭാഗം ഉറക്കെ ഓതിക്കഴിഞ്ഞാൽ ഈ മഅ്മൂമീങ്ങൾക്ക് ഉറക്കെ ഓതിയതിന്റെ കൂലി മാത്രമേ കിട്ടുകയുള്ളൂ. ഏതോ ഇരിക്കട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ പതിവായി നടക്കുന്നത് ഈ സബ്ബിഹിസ്മ സൂറത്തും ഹല്ലത്താക്ക സൂറത്തും അതിന്റെ അവസാന ഭാഗങ്ങളാണ് ഓതാറുള്ളത്. എന്നാൽ അത് എല്ലാവർക്കും മനപ്പാടമാണ്. ആ സൂറത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ മക്കളെ? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിരിൻ ഇല്ലാ മൻ തവല്ലാ വകഫറ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ. ഈ ആയത്ത് കേൾക്കുമ്പോൾ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ എന്ന് കേൾക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിക്കൽ അക്ബർ എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ന് വരെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഉസ്താദിനോട് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന്? ഇത് എല്ലാ ആഴ്ചയും ഇങ്ങനെ ഉറക്കെ ഓതി കേൾപ്പിക്കുന്നുണ്ടല്ലോ, എല്ലാ ആഴ്ചയിലും ഇത് ഞങ്ങളെ കേൾപ്പിക്കുന്നുണ്ടല്ലോ, വെള്ളിയാഴ്ച മഗ്‌രിബ് ഇശാ നിസ്കാരത്തിൽ ഓതി കേൾപ്പിക്കുന്നുണ്ടല്ലോ, സജദാ സൂറത്തും ദഹ്ർ സൂറത്തും സുബ്ഹിക്ക് ഓതുന്നില്ലെങ്കിൽ കല്ലൂബിയൊക്കെ പറഞ്ഞതനുസരിച്ച് സബ്ബിഹിസ്മയും അഅലയും അപ്പോഴും ഓതാറുണ്ട്, ജുമുഅക്കും ഓതാറുണ്ട്. ഇങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന നിസ്കാരങ്ങളിലൊക്കെ എന്തിനാണ് ഇത് ഓതി കേൾപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ സൂറത്തിലെ ആയത്താണല്ലോ നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഓതിയതുപോലെ വല്ലാഹിറത്തു ഖൈറു വബൽ തുസ്റൂനൽ ഹയാത്തദ് ദുനിയാ വല്ലാഹിറത്തു ഖൈറു വഅബ്ഖാ. അല്ലാഹ് ആരാണ് ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത്?
ആരാണ് ഇതൊക്കെ ഒന്ന് ചോദിക്കുന്നത്? എന്തെല്ലാം ചോദിക്കാനും ചിന്തിക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എന്തൊക്കെ നിങ്ങൾ ചോദിക്കലുണ്ട്, എന്തൊക്കെ നിങ്ങൾ പഠിക്കലുണ്ട്, എന്തൊക്കെ നിങ്ങൾ ഈ കാലയളവിൽ പഠിച്ചിട്ടുണ്ട്. ഉമ്മമാര് വരെ 40, 50, 60, 70 വയസ്സുള്ള ഉപ്പമാര് വരെ പുതിയ പലതും പഠിച്ചില്ലേ, പഠിക്കുന്നില്ലേ? അതേ സമയത്ത് ഞാൻ ചോദിക്കുന്നു, ഈ സൂറത്ത് എന്താണ് ഇങ്ങനെ ഉറക്കോതി കേൾപ്പിക്കുന്നത്? എല്ലാ നിസ്കാരത്തിൽ എന്താ ഇത് തന്നെ ഓതുന്നത്? എന്തേ നിങ്ങൾ ചോദിക്കാതിരുന്നത്? നിങ്ങളെപ്പോഴും ദുനിയാവിലെ ജീവിതം തെരഞ്ഞെടുക്കുകയാ. ദുനിയാവ് നിങ്ങൾക്ക് വിഷയമാ, കച്ചവടം നിങ്ങൾക്ക് വിഷയമാ, വീട് നിങ്ങൾക്ക് വിഷയമാ, മക്കളെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് വിഷയമാ, മക്കളെ ജോലി നിങ്ങൾക്ക് വിഷയമാ, കല്യാണം നിങ്ങൾക്ക് വിഷയമാ, കച്ചവടം നിങ്ങൾക്ക് വിഷയമാ, എപ്പോഴും നിങ്ങൾക്ക് വിഷയമാ. തങ്ങന്മാരെ കാണുമ്പോഴും നിങ്ങൾക്ക് വിഷയമാ, ഉസ്താദുമാരെ കാണുമ്പോഴും നിങ്ങൾക്ക് അത് തന്നെ വിഷയമാ. ദുനിയാവിന്റെ കാര്യങ്ങൾ തെരഞ്ഞെടുക്കുകയാ. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ. ആഖിറമാണ് ഇതിനേക്കാൾ എത്രയോ ഖൈറായിട്ടുള്ളതും എന്നുമെന്നും നിലനിൽക്കുന്നതും. ഇതാണ് ഒന്നാമത്തെ സൂറത്തിൽ പഠിപ്പിക്കുന്നതെങ്കിൽ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. തങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, തങ്ങൾ ഉപദേശിക്കുക, തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഇന്നമാ അൻത മുദക്കിർ, തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നവർ മാത്രമാ, എല്ലാം പറഞ്ഞു കൊടുക്കുന്നവര് മാത്രമാ. ഒരിക്കലും നിങ്ങൾ നിർബന്ധിക്കേണ്ടതില്ല, അടിച്ചേൽപ്പിക്കേണ്ടതില്ല, മുന്നോട്ടിരിക്കാൻ ആരെയും നിർബന്ധിക്കേണ്ടതില്ല, വാഴ് കേൾക്കാൻ ആരെയും നിർബന്ധിക്കേണ്ടതില്ല, ഇത്തരം കാര്യങ്ങൾ ആരെയും നിർബന്ധിക്കേണ്ടതില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് മക്കളെ, ശബ്ദം കേൾക്കുന്ന മക്കളെ, ഈമാനുള്ള മക്കളെ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇല്ലാ മൻ തവല്ലാ വകഫറ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ. എത്ര കാലമായി മോനെ ഞാനും നീയും കേൾക്കുന്നു, എത്ര കാലമായി നമ്മുടെ പള്ളിയിലെ ഉസ്താദ് ഓതി തരുന്നു, എല്ലാ നിസ്കാരത്തിലും ഓതി കേൾപ്പിക്കുന്നു. ഇല്ലാ മൻ തവല്ലാ, ഈ പറഞ്ഞതിനെ തൊട്ടിട്ടൊക്കെ പിന്തിരിഞ്ഞവർ, വയലു കേട്ടില്ലെങ്കിലെന്തോ, അതൊന്നും സ്വീകരിച്ചില്ലെങ്കിലെന്തോ, ഉൾക്കൊണ്ടില്ലെങ്കിലെന്തോ, നിസ്കരിച്ചില്ലെങ്കിലെന്തോ, നോമ്പെടുത്തില്ലെങ്കിലെന്തോ, ഉപദേശങ്ങൾ കേട്ടില്ലെങ്കിലെന്തോ, അല്ലാഹുവിനെ കുറിച്ചോർത്തില്ലെങ്കിലെന്തോ, ആ നിലയ്ക്ക് പിന്തിരിഞ്ഞവർ അതൊക്കെയും നിഷേധിക്കുകയും തള്ളിപ്പറയുകയും ചെയ്ത് അവന് അതിഭയങ്കരമായ ശിക്ഷ അല്ലാഹു ശിക്ഷിക്കും. തങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി, തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്, തങ്ങൾ ആരെയും നിർബന്ധിക്കണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞത് കേൾക്കാതെ പിന്തിരിഞ്ഞ് സത്യത്തിനെതിരെ നിഷേധം നടത്തി അത്തരം ആളുകളെ അതിഭയങ്കരമായ ശിക്ഷ അല്ലാഹു ശിക്ഷിക്കും. അത് പറഞ്ഞു നിർത്തിയില്ല. പിന്നത്തെ ആയത്തിന്റെ എല്ലാവർക്കും അറിയല്ലോ, ഇന്ന ഇലൈനാ ഇയാബഹും, എല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരും. ഇന്ന ഇലൈനാ ഇയാബഹും, തീർച്ച നമ്മിലേക്ക് മാത്രമാണ് അവർ മടങ്ങി വരുന്നത്. റംസീസ് രണ്ടാമൻ മടങ്ങിപ്പോയോ? മൊസോളിനി മടങ്ങിപ്പോയോ? ഹിറ്റ്ലർ മടങ്ങിപ്പോയോ? ലോകം കണ്ട സർവകലാവല്ലഭന്മാരൊക്കെ മടങ്ങിപ്പോയോ? വിരൽത്തുമ്പ് കൊണ്ട് ലോകത്തെ ചലിപ്പിക്കാൻ കഴിയുമെന്ന് വീരവാദം മുഴക്കിയവർ മടങ്ങിപ്പോയോ? 150 വയസ്സുവരെ എനിക്ക് ജീവിക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് സർവസന്നാഹങ്ങളോടുകൂടി, സർവ സംവിധാനങ്ങളോടുകൂടി, സർവ സുരക്ഷയോടുകൂടി ജീവിച്ചിരുന്ന മൈക്കിൾ ജാക്സൺ 56 വയസ്സായപ്പോൾ മടങ്ങിപ്പോയോ? നിങ്ങളെ നാട്ടിൽ എത്ര ആളുകൾ മടങ്ങിപ്പോയി?
അല്ലാഹു പറയുന്നു ഇന്ന ഇലൈനാ ഇയാബഹും, നമ്മളെ കൊള്ള മടങ്ങി വരും. മടങ്ങി പോകാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ, കൂട്ടത്തിലുണ്ടോ? ചരിത്രത്തിൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മടങ്ങി പോകാത്തതായിട്ട്? ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. പിന്നെ നമ്മൾ കൃത്യമായിട്ട് അവരോട് കണക്ക് ചോദിക്കും. നിന്നോട് കണക്ക് ചോദിക്കും. ഞാനല്ല, അല്ലാഹു പറയുകയാണ്. സർവരോടും അല്ലാഹു കണക്ക് ചോദിക്കും. ഇത് എല്ലാ ആഴ്ചയിലും നമ്മുടെ പള്ളിയിലെ ഉസ്താദ് നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ഏത് പള്ളിയിലെ ഉസ്താദും കേൾപ്പിക്കുന്നുണ്ട്, ഏത് ഇമാമുമാരും കേൾപ്പിക്കുന്നുണ്ട്, ആഴ്ചാന്തം കേൾപ്പിക്കുന്നുണ്ട്. പക്ഷേ ആരുണ്ട് ശ്രദ്ധിക്കുന്നത്? ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബുഹും. എന്നാൽ ആ കണക്കിന് സമയമാകുമ്പോൾ പലരും മടങ്ങിപ്പോയി. ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങിപ്പോകുന്നവരാ. ആര് മരിച്ചു എന്ന് കേട്ടാലും നമ്മൾ ചൊല്ലലെന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടിയങ്ങളാണ്, അല്ലാഹുവിന്റെ പടപ്പുകളാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. ഇന്നയാള് പോയി, നാളെ ഞാൻ പോകും, അല്ലെങ്കിൽ തൊട്ടടുത്ത് പോകും. എല്ലാവരും മടങ്ങിപ്പോകുന്നവരാണ്. ഈ മടങ്ങി വന്നവരോട് നമ്മൾ കണക്ക് ചോദിക്കും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര അത്ഭുതകരമായ രൂപത്തിലാണ് പടച്ച റബ്ബ് നമ്മളെ സൃഷ്ടിച്ചത്. എന്റെ വിഷയം അങ്ങോട്ട് മാറിപ്പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ആ 1.5 ലക്ഷം കിലോമീറ്റർ നീളത്തിലുള്ള രക്തക്കുഴലുകളും ശിരാവ്യൂഹങ്ങളും നമ്മുടെ ഓരോരുത്തരെയും ശരീരത്തിൽ പടച്ച റബ്ബ് മടക്കി മടക്കി വെച്ചിരിക്കുകയാ. 60 ട്രില്യൺ കോശങ്ങളാ. അല്ലാഹ് ഒരു പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിന്റെ ശരീരത്തിലെ കോശങ്ങൾ എടുത്ത് നോക്കിയാൽ 60 ട്രില്യൺ കോശങ്ങളാ. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടിയാണെങ്കിൽ 60 ലക്ഷം കോടി, 60 ലക്ഷം കോടി കോശങ്ങളാണ് ഓരോ മനുഷ്യന്റെ ശരീരത്തിലും പടച്ച റബ്ബ് അടുക്കി 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 വെച്ചിരിക്കുന്നതെങ്കിൽ ഈ 60 ട്രില്യൺ കോശങ്ങളിലും അല്ലാഹു ആത്മാവിനെ എത്തിക്കുന്നു, അല്ലാഹു രക്തത്തെ എത്തിക്കുന്നു. നിങ്ങളിടക്കിടക്ക് നിങ്ങളെ കൈകൾ തരിച്ചു പോകാറില്ലേ, മരവിച്ചു പോകാറില്ലേ? ഒരു സ്ഥലത്ത് മാത്രം കൈവച്ചുകൊണ്ട് കിടന്നാൽ എഴുന്നേൽക്കുന്ന സമയത്ത് കൈ മരവിക്കാറില്ലേ? അല്ലെങ്കിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും മരവിച്ചു പോകാറില്ലേ, ധരിച്ചു പോകാറില്ലേ? എന്താണ് ആ മരവിപ്പിന്റെ അർത്ഥം? എന്താണ്? അങ്ങോട്ട് വേണ്ടത്ര രക്തം അങ്ങോട്ട് സർക്കുലേഷൻ ഇല്ലാത്തത്, രക്തം അങ്ങോട്ട് കൃത്യമായിട്ട് എത്താത്തത്. അല്പസമയം കൈകളും ആ ഭാഗമൊക്കെ ശരിക്കും അനക്കി നിവർത്തി തുടച്ചാൽ വീണ്ടും പഴയതുപോലെയാകുന്നു. എന്നാൽ ഈ 60 ട്രില്യൺ കോശങ്ങളിലേക്കും നിന്റെ രക്തത്തെ പമ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ മോനെ, നിന്റെ ഹാർട്ടിന്റെ ശക്തി നീ ഒന്ന് നോക്ക്. എത്ര വന്നു തുടങ്ങിയതാ? നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസം ഭ്രൂണത്തിന് പ്രായമെത്തിയത് മുതൽ അന്ന് പ്രവർത്തിച്ചു തുടങ്ങിയ, മിടിച്ചു വണ്ടി തുടങ്ങിയിരിക്കുന്ന നിന്റെ ആത്മാവ്, നിന്റെ ഹൃദയം, അല്ലാഹ് എത്ര ശക്തിയിലാണ് അതിങ്ങനെ മിടിക്കുന്നത്. ഈ 1.5 കോടി കിലോമീറ്റർ അകലങ്ങളിലേക്ക് 1.5 കോടി 1.5 ലക്ഷം കോടി, 1.5 ലക്ഷം മീറ്റർ, 1.5 ലക്ഷം കിലോമീറ്റർ അകലങ്ങളിലേക്ക് നിന്റെ രക്തത്തെ ഇങ്ങനെ തള്ളണമെങ്കിൽ എത്രയാ മോനെ നിന്റെ ഹൃദയത്തിന്റെ പമ്പ്, നിന്റെ ശക്തി എത്രയാ? ആ ശക്തിയിൽ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ സംവിധാനിച്ച
സർവാധിനാഥനായ അല്ലാഹ്. ഹ്യൂമൻ ബോഡിയെ പറ്റി ഞാൻ ഈ സമയത്ത് സംസാരിക്കുന്നില്ല, അത് മാത്രം ദിവസങ്ങളോളം പറയേണ്ടതാ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ശരീരത്തിൽ പടച്ച റബ്ബ് സംവിധാനിച്ച സംവിധാനങ്ങളെ പറ്റി അതിശയോക്തമായ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മന്നറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രം ഒരാൾ പഠിച്ചാൽ തന്നെ റബ്ബിനെ തിരിച്ചറിയുമെന്ന്. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ആ റബ്ബിലേക്ക് നമ്മളെയൊക്കെ മടക്കപ്പെട്ടാൽ ആ റബ്ബ് കൃത്യമായിട്ട് കണക്ക് ചോദിക്കും. ആ കണക്ക് ചോദിക്കാൻ വിചാരണക്ക് റബ്ബ് കളമൊരുക്കാൻ തീരുമാനിച്ചാൽ ആദ്യം അല്ലാഹു തആല ചെയ്യുന്നത് എന്താണ് അറിയുമോ? യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്. അതേ ആഖിറത്തിന് കളമൊരുക്കുകയോ, വിചാരണക്ക് കളമൊരുക്കുകയോ. അതിനാദ്യം അല്ലാഹു ചെയ്യുന്നത് ഈ ഭൂമിയൊന്ന് മറിക്കലോ, ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായി മറിക്കുന്നതാ. അതിനനുസരിച്ച് ആകാശങ്ങളെയും മറിക്കുന്നതാ. ഈ ഭൂമിയിൽ വിചാരണ പറ്റൂല. ഇത് കൊള്ള ചെയ്ത ഭൂമികളാ, രക്തം ചൊരിഞ്ഞ ഭൂമികളാ, കുത്തുമുറികൾ നടന്ന ഭൂമികളാ, പരസ്പരം പോരടിച്ചും വിഴുപ്പലക്കിയും പരസ്പരം തമ്മിൽ തല്ലിയും അക്രമങ്ങൾ നടത്തിയ ഭൂമിയിൽ വെച്ച് വിചാരണ നടന്നുകൂടാ. ഒരു തുള്ളി രക്തം ചൊരിയാത്ത, ഒരു തിന്മയും ചെയ്യാത്ത ഒരു പരമപരിശുദ്ധമായ ഭൂമിയായി ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായി റബ്ബ് മറിക്കുന്നതോ, മറ്റൊരു ഭൂമിയായി മറിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു ഫതറാ, നിങ്ങൾക്ക് കാണാൻ സഫ്സഫൻ ലാ തറാ ഫിഹാ ഇവജം വലാ അംതാ. ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായി മറിക്കുമ്പോൾ നല്ല സുന്ദരമായ വെള്ള നിറത്തിലുള്ള വെള്ളിപ്പലക പോലെയുള്ള ഭൂമിയായി ഈ ഭൂമിയെ മറിക്കുമ്പോൾ ഈ ഭൂമിയിൽ കുന്നുകളില്ല, കുടികളില്ല, റോഡുകളില്ല, തോടുകളില്ല, പുഴകളില്ല, ഒരടയാളവുമില്ല, ബിൽഡിങ്ങുകളില്ല, മരങ്ങളില്ല. അങ്ങനത്തെ ഒരു ഭൂമിയായിട്ട് ഈ ഭൂമിയെ മറിക്കുന്നതോ, അതിനുശേഷം അതിനോട് തുല്യമായി ആകാശത്തെയും മറിക്കുന്നതോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായിട്ട് മറിച്ചു കഴിഞ്ഞാൽ പിന്നീട് നേരത്തെ ഉണ്ടായിരുന്ന ശവങ്ങളെല്ലാം, നേരത്തെ ഉള്ള മൃതശരീരങ്ങളെല്ലാം, നേരത്തെ ഭൂമിക്കകത്തുള്ള വസ്തുക്കളെയെല്ലാം, മൃതശരീരങ്ങളെയെല്ലാം രണ്ടാമത്തെ പുതുക്കിയ ഭൂമിയിലേക്ക് റബ്ബൊന്ന് മറിക്കുന്നുണ്ടോ. അതാണ് ഖുർആൻ പറഞ്ഞത് ഫൈദാഹും ബിസ്സാഹിറാ ഫഇന്നമാ യസ്ജറതു വാഹിദാ ഫൈദാഹും ബിസ്സാഹിറാ. രണ്ടാമത്തെ ഭൂമിക്ക് പറയുന്ന പേരാണ് സാഹിറാ. അതേ, അതിഭയങ്കരമായ ഒരു സൈറം മുഴങ്ങുന്നതോടുകൂടെ, ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നതോടുകൂടെ നേരത്തെ ഭൂമി, നേരത്തെ പഴയ ഭൂമിയിലുള്ള എല്ലാ മൃതശരീരങ്ങളും, എല്ലാ ജീവജാലങ്ങളുടെ ശരീരങ്ങളും രണ്ടാമത്തെ ഭൂമിയിലേക്ക് റബ്ബങ്ങ് മറിക്കുകയോ. അതങ്ങ് മറിച്ചു കഴിഞ്ഞാൽ പിന്നീട് 40 കൊല്ലം ഭൂമിയിലേക്ക് അല്ലാഹു അതിഭയങ്കരമായ മഴ പെയ്യിപ്പിക്കുന്നു. സാധാരണ മേഘത്തിൽ നിന്നുള്ള വെള്ളമല്ല, അർശിന്റെ താഴ്ഭാഗത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഹയവാൻ എന്ന പേരിലുള്ള ഒരു മഴ അല്ലാഹു നീണ്ട 40 കൊല്ലം ഈ ഭൂമിയിൽ വർഷിപ്പിക്കുന്നു. ഭൂമിയിൽ 40 കൊല്ലം മഴ പെയ്യുമ്പോൾ അതാ ഭൂമിയുടെ താഴ്ഭാഗത്തേക്ക് അതാ 6 മുഴം ആഴത്തിലേക്കും 6 മുഴം മേൽപോട്ടും വെള്ളം നിൽക്കുന്നു. ആ രൂപത്തിൽ വെള്ളം നിൽക്കുന്ന ഹയവാൻ എന്ന മഴ പെയ്തിട്ട് ആ 40 കൊല്ലം ഈ ഭൂമി അങ്ങ് കുതിർക്കുന്നു.
40 കൊല്ലം കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഈ മനുഷ്യന്മാരെ മുഴുവനും പുറത്തു കൊണ്ടുവരണം, ജീവികളെ എല്ലാം പുറത്തു കൊണ്ടുവരണം. എല്ലാ മനുഷ്യർക്കും വിചാരണയുണ്ട്, എല്ലാ മലക്കുകൾക്കും വിചാരണയുണ്ട്, ജിന്നുകൾക്ക് മൊത്തം വിചാരണയുണ്ട്. മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്നത് മനുഷ്യരെ മാത്രമല്ല, എല്ലാ ജീവികളെയും റബ്ബ് ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ഈ ദുനിയാവിൽ പല ജീവികളെയും ഞാനും നിങ്ങളും കാണുന്നുണ്ട്. ശക്തിയുള്ളവ ശക്തി കുറഞ്ഞതിനെ ആക്രമിക്കുന്നുണ്ട്, കടിച്ച് പരിക്കേൽപ്പിക്കുന്നുണ്ട്. കോഴികളെ കൊത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട്. പൂച്ചകൾ പരസ്പരം കടിപിടി കൂടുന്നുണ്ട്. നായകൾ പരസ്പരം കടിക്കുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട്. ആ ആക്രമിക്കപ്പെട്ടവർക്ക് മുഴുവനും കൃത്യമായിട്ട് പ്രതികാര നടപടികളുണ്ട്. ആ മൃഗങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ഇല്ല ഇല്ല, ഒരു ജീവിയെയും പടച്ച റബ്ബ് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടാത്തതില്ല. അതിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പടച്ച റബ്ബ് ചെയ്യുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്. ആദ്യമായി പടച്ച റബ്ബ് ഹയാത്താക്കുന്നതാരാ? ആരും ജീവിച്ചിരിപ്പില്ലല്ലോ, മലക്കുകളില്ലല്ലോ, മനുഷ്യരില്ലല്ലോ, ജിന്നുകളില്ലല്ലോ, ഇസ്രാഫീലില്ലല്ലോ, മീകായീലില്ലല്ലോ, ജിബ്രീലില്ലല്ലോ. ആദ്യമായി പടച്ച റബ്ബ് ജീവിപ്പിക്കുന്നത്, ഹയാത്താക്കുന്നത് കറൂബിയൂൻ. وترى الملائكة حافين من حول العرش يسبحون بحمد ربهم. റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അർശിനെ ചുറ്റുന്ന മലക്കുകളോ, കറൂബിയൂൻ എന്ന മലക്കുകളോ, അവരെയാണ് റബ്ബ് ഹയാത്താക്കുന്നത്, അവരെയാ റബ്ബ് ജീവിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഭൂമിയെ പറ്റി നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഈ ഭൂമിയെ പറ്റി ചിന്തിച്ചു നോക്കൂ. ഈ ആകാശങ്ങളും ഭൂമിയും മൊത്തം നിൽക്കുന്നത് അല്ലാഹുവിന്റെ കുർസി എന്ന പടപ്പിന്റെ ഉള്ളില്. വസിയ കുർസിയുഹു സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ കുർസി എന്ന സൃഷ്ടിയുണ്ടല്ലോ, ആകാശങ്ങളും ഭൂമിയും ഗാലക്സികളും മുഴുവനും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ്. ആ കുർസിയെ മൊത്തം ഉൾക്കൊള്ളാൻ വിശാലമാണ് റബ്ബിന്റെ അർശ് എന്ന സൃഷ്ടി കേട്ടോ. ആ അർശിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന, അതിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന കറൂബിയൂൻ എന്ന മലക്കുകളെ പടച്ച റബ്ബ് ഹയാത്താക്കുന്നു. മക്കളെ, ഞാൻ ഈ പറയുന്നത് വിശുദ്ധ ഖുർആന്റെ പച്ചയായ അവതരണങ്ങള് റബ്ബ് വ്യക്തമായി ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ സംശയങ്ങളില്ല, സന്ദേഹങ്ങളില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആ കറൂബിയൂൻ എന്ന മലക്കുകളെ ഹയാത്താക്കിയിട്ട് പടച്ച റബ്ബ് കറൂബിയൂൻ എന്ന മലക്കുകളോട് ചോദിക്കുന്നു, മലക്കുകളെ, അയ്നൽ ലൗഹുൽ മഹ്ഫൂദ്, പടച്ച റബ്ബിന്റെ ജ്ഞാനരേഖ എവിടെയോ? ലൗഹുൽ മഹ്ഫൂദ് എന്നൊരു സൃഷ്ടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചം പടക്കുന്നതിന്റെ മുമ്പ് എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ജ്ഞാനരേഖ എന്ന് പറയുന്ന ഒരു ഫലകമുണ്ട്. ആകാശഭൂമിക്കിടയിൽ അത്രയും വലിപ്പമുള്ള, അത്രയും വിശാലമായിട്ടുള്ള, അല്ലാഹ് ശരിക്ക് നല്ല വിലപിടിപ്പുള്ള മുത്തുകളാൽ നിർമ്മിക്കപ്പെട്ട, സൃഷ്ടിക്കപ്പെട്ട ലൗഹുൽ മഹ്ഫൂദ്. ആ ലൗഹുൽ മഹ്ഫൂദിലാണ് പടച്ച ജ്ഞാനരേഖയുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്. അസ്റായീൽ അലൈഹിസ്സലാത്തു സുബ്ഹാനല്ലാഹ്, കറൂബിയൂൻ എന്ന മലക്കുകള് ലൗഹുൽ മഹ്ഫൂദിനെ കൊണ്ടുവരുന്നു. ലൗഹുൽ മഹ്ഫൂദ് ശരിക്കൊരു വിവേക ജീവിയല്ല, അതേ സമയത്ത് പേടിച്ചരണ്ട്, അതാ ശക്തമായ കാറ്റിൽ ആടി ഉലയുന്ന കടലാസ് പോലെ വിറവറച്ച് ചോദിക്കുന്നു, സുബ്ഹാനല്ലാഹ്. എല്ലാ പടപ്പുകളോടും റബ്ബിന് ചോദ്യങ്ങളുണ്ട്, എല്ലാ പടപ്പിനോടും റബ്ബിന് വിചാരണയുണ്ട്. ലൗഹുൽ മഹ്ഫൂദിനോട് ചോദിക്കുകയാണ്, നിന്നിൽ ഒരുപാട് വിജ്ഞാനങ്ങൾ ഉണ്ടായിരുന്നു, എന്റെ ജ്ഞാനങ്ങൾ ഉണ്ടായിരുന്നു, എന്ത് ചെയ്തു? അപ്പോഴാണ് പറയുന്നത്, അല്ലാഹ്, ഈ പ്രപഞ്ചം മൊത്തം
മൊത്തം നശിക്കാനും നശിപ്പിക്കാൻ കാരണമായി ഇസ്രാഫീൽ എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഇസ്രാഫീലിനെ ഏൽപ്പിച്ചതാ. മുഴുവനും ഇസ്രാഫീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് മഹാനായ കെറൂബീൻ എന്ന മലക്കുകളോട് ഇസ്രാഫീൽ അലൈഹിസ്സലാം തങ്ങളെ കൊണ്ടുവരാൻ പറയുന്നു. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ എന്ന് പറയുന്നത് റബ്ബിന്റെ അടുത്ത് നിൽക്കുന്നവരാണെന്നറിയില്ല എന്ന് മനസ്സിലാക്കണ്ട. യഥാർത്ഥ അർശിൽ നിന്ന് ഈ 70 ഹിജാബുകൾക്കപ്പുറമാ മഹാനായ ഇസ്രാഫീലിന്റെ മഖാമുള്ളത്. ഇസ്മാ മിന്നാ അഹദുൻ ഇല്ലാ വലഹു മഖാമും മഅലൂം. ഓരോ മലക്കുകളും പ്രത്യേകം മഖാമുകളുണ്ട്. മഹാനായ ഇസ്രാഫീൽ എന്ന മലക്കിന്റെ മഖാമ് ഈ അല്ലാഹുവിന്റെ അർശിൽ നിന്ന് ഈ 70 ഹിജാബുകൾക്കപ്പുറമാ. ഓരോ ഹിജാബുകൾക്കും ഇടയിൽ അകലം അറിയുമോ? 500 പ്രകാശ വർഷത്തിന്റെ ദൂരമാ. 500 പ്രകാശ വർഷത്തിന്റെ ദൂരമാണ് 2 ഹിജാബുകൾക്കിടയിലുള്ളത്. അങ്ങനെ 7 ഹിജാബുകൾക്കപ്പുറത്താണ് മഹാനായ ഇസ്രാഫീലിന്റെ മഖാമുള്ളത്. അവിടെ ചെന്നുകൊണ്ട് കെറൂബീൻ എന്ന മലക്കുകള് മഹാനായ ഇസ്രാഫീലിനോട് റബ്ബി നിൽക്കാൻ പറയുന്നു. അജിബ് റബ്ബക, റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യൂ. ഇസ്രാഫീൽ സടകുടഞ്ഞെഴുന്നേറ്റ് വിറച്ച് മുത്തുനബി പറയുന്നു, ശക്തമായ കൊടുങ്കാറ്റുള്ള സമയത്ത് ഒരു കപ്പൽ എങ്ങനെയാണോ അടിയുലയുന്നത്, അതേ രൂപത്തിൽ അടിയുലഞ്ഞ് പേടിച്ചു വിറച്ച് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നു. ചോദിക്കുന്നു, ഈ റൗഹുൽ മഹ്ഫൂദിൽ നിന്ന് കിട്ടിയ വിജ്ഞാനങ്ങൾ എവിടെ പോയി, എന്തു ചെയ്തു? മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാനത് മൊത്തം മഹാനായ മീകായിൽ എന്ന മലക്കിനെ ഏൽപ്പിച്ചു. അതിനുശേഷമാണ് സൂറന്ന കാഹളത്തിൽ ഊതിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളങ്ങ് പറഞ്ഞപ്പോൾ പിന്നീട് കൽപ്പന വന്നുപോയി, ഉടനടി ബഹുമാനപ്പെട്ട മീകായിൽ എന്ന മലക്കിനെ കൊണ്ടുവരൂ. ലൗഹുൽ മഹ്ഫൂദ് എന്ന സൃഷ്ടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈ നബിയെ പറ്റി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലുന്നുണ്ടോ? തങ്ങൾ പറയുന്നു. അപ്പോഴാണ് ലൗഹുൽ മഹ്ഫൂദ് അൽഹംദുലില്ലാഹ് അല്ലദീ നജാനി മിൻ സൂഇൽ ഹിസാബ്, ഇത്ര ഭയങ്കരമായ മോശപ്പെട്ട വിചാരണയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. ഞാൻ പറഞ്ഞ വാക്ക് അംഗീകരിച്ചിട്ട് മഹാനായ മീകായിലിന്റെ ഇസ്രാഫീലിന്റെ അടുത്ത് കൊടുത്തു എന്നത് അംഗീകരിച്ച് ഇസ്രാഫീലിന്റെ വാക്കനുസരിച്ച് മീകായിലിനെ വിളിക്കാൻ പറഞ്ഞയച്ചല്ലോ. ഞാൻ രക്ഷപ്പെട്ടല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് അല്ലാഹുവിന്റെ ഹിസാബിനെ കുറിച്ചുള്ള പേടിയാണ്. ലൗഹുൽ മഹ്ഫൂദ് അപ്പോഴാണ് പറയുന്നത് അൽഹംദുലില്ലാഹ്, ഞാൻ കഴിച്ചില്ലായി. കാരണം മീകായിൽ എടുത്ത് കാള വിട്ടല്ലോ. ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും, ദിവസങ്ങളോളം പറഞ്ഞാൽ തീരില്ല. മഹാനായ ഇസ്രാഫീൽ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവരുന്നു. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പേടിച്ചു വിറക്കുന്നു, ചോദിക്കുന്നു, ഈ ലൗഹുൽ മഹ്ഫൂദിലുള്ള വിവരങ്ങൾ എന്ത് ചെയ്തു? ഞാൻ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇടക്കൊന്ന് പറയട്ടെ, മീകായിൽ നിൽക്കുന്ന മഖാമിൽ നിന്ന് 14 ഹിജാബുകൾക്കപ്പുറത്താണ് മഹാനായ മീകായിലിന്റെ മഖാമുള്ളത്. അവിടുന്ന് 21 മഖാമുകൾക്കപ്പുറം ഹിജാബുകൾക്കപ്പുറത്താണ് അസ്രാഈലിന്റെ മഖാമുള്ളത്. അവിടുന്ന് 28 ഹിജാബുകൾക്കപ്പുറത്താണ് മഹാനായ ജിബ്രീൽ. അതേ ജിബ്രീലിന്റെ മഖാമ് ഇന്ദ സിദ്റത്തിൽ മുൻതഹാ, ദുനിയാവിന്റെ അതിർത്തിയിലാ. എത്ര അകലെയാണ് മഹാനായ ജിബ്രീൽ.
അർശിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഇസ്രാഫീല്, തൊട്ടടുത്ത് നിൽക്കുന്നത് മഹാനായ മീകായില, തൊട്ടടുത്ത് ഇസ്രായീല. ഓരോ മലക്കുകളും അതാ 7 ഹിജാബുകൾ, പിന്നീട് 14 ഹിജാബുകൾ, പിന്നീട് 21 ഹിജാബുകൾ, പിന്നീട് 28 ഹിജാബുകൾ. അത്ര അകലങ്ങളിലാ അവരാ ആ പ്രത്യേക മക്കാമിലാണ് മരിച്ചു കിടക്കുന്നത്. അവരെ മുഴുവനും വിളിച്ചു നിർത്തി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ടുവരുന്നു. ഈ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് കിട്ടിയ വിജ്ഞാനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ വെറുവെറിച്ചുകൊണ്ട് പറയുന്നു, ഇതിൽ നിന്ന് തൗറാത്ത് മൂസാ നബിക്ക് എത്തിച്ചിട്ടുണ്ട്, ഇതിൽ നിന്ന് ഞാൻ ഇൻജീൽ ഈസാ നബിക്ക് എത്തിച്ചിട്ടുണ്ട്, സങ്കീർത്തനം സബൂർ ദാവൂദ് നബിക്ക് എത്തിച്ചിട്ടുണ്ട്, ഏടുകൾ ഇബ്രാഹിം നബിക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ എല്ലാറ്റിന്റെയും സത്തയാകുന്ന ഫുർഖാനുൽ അദീം ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ലോകത്ത് ആദ്യമായി പുനർജന്മത്തിന് ഒരുങ്ങുകയാണ്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എഴുന്നേൽപ്പിക്കണം, തങ്ങളെ ഖബറിൽ എഴുന്നേൽപ്പിക്കണം. അതിനുവേണ്ടി പടച്ച റബ്ബ് പറയുന്നത് കേട്ടോളൂ. മഹാനായ മാലിക് ബഹുമാനപ്പെട്ട റിദ്വാൻ അലൈഹിസ്സലാം ആകാശഭൂമിയുള്ള മലക്കുകൾ മുഴുവനും മരിക്കുമ്പോ മരിക്കാതെ ബാക്കി നിൽക്കുന്ന മലക്കാണ് റിദ്വാനു ഖാസിനുൽ ജന്ന. സ്വർഗവും നരകവും ഇതിനപ്പുറമാ, ആകാശങ്ങൾക്കപ്പുറമാ, ഭൂമിക്കപ്പുറമാ. അതുകൊണ്ട് റിദ്വാനെന്ന മലക്ക് മരിച്ചിട്ടില്ല. മഹാനായ ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, ഇസ്രായീൽ ഈ 4 മലക്കുകളോട് പറയുന്നു, നിങ്ങൾ സ്വർഗത്തിൽ ചൊല്ലണം. മഹാനായ റിദ്വാൻ എന്ന മലക്കിനോട് പറയണം, മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ ഖബറിൽ എഴുന്നേൽപ്പിക്കുമ്പോൾ തങ്ങളെ ധരിപ്പിക്കാൻ ഈ 70 സ്ഥാനവസ്ത്രങ്ങളുണ്ട്, അത് തരാൻ പറയൂ. ഹബീബായ തങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ബുറാഖ് എന്നൊരു വാഹനമുണ്ട്, തങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട താജുൽ കറമ എന്ന് പറയുന്ന ഒരു കിരീടമുണ്ട്, തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട ലിവാഉൽ ഹംദ് എന്ന കൊടിയുണ്ട്. ഈ 4 മലക്കുകളോടും ഒരാൾ ലിവാഉൽ എന്ന കൊടിയുമേന്തി താജുൽ കറാമ എന്ന കരികിരീടവും എന്തി ഹബീബായ തങ്ങൾക്കുള്ള 70 സ്ഥാനവസ്ത്രങ്ങളുമായി ബുറാഖ് എന്ന വാഹനവുമായി മുത്തുനബിയെ വിളിച്ചു കൊണ്ടുവരൂ. ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോവുകയാ. മക്കളെ, ഒരക്ഷരം കളവില്ല, ഐതിഹ്യമല്ല, പുരാണമല്ല, സദറുൻ നുബുവത്തിന്റെ നാവിലൂടെ മുത്തുനബി പഠിപ്പിച്ച സത്യങ്ങളാണ്. നിങ്ങളുടെ അറിവിന്റെ മാപിനി കൊണ്ട് അളക്കാൻ കഴിയൂല. അലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്ന സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ച സത്യങ്ങളാ. ഹബീബായ തങ്ങളെ വിളിക്കാൻ 4 മലക്കുകൾ വരികയാ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് 23,000 തവണ മഹാനായ ജിബ്രീൽ വന്നിട്ടുണ്ട്. ദുനിയാവിൽ അമ്പിയാക്കൾക്ക് വഴിയെത്തിക്കാൻ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ 4 മലക്കുകൾ ഭൂമിയിൽ വരുമ്പോ മക്ക എവിടെന്നറിയില്ല, മദീന എവിടെയെന്നറിയില്ല. ഈ
ഭൂമുഖത്തൊരു പള്ളിയില്ല, ഒരു ബിൽഡിങ്ങുമില്ല, ഒരു റോഡുമില്ല, ഒരടയാളവുമില്ല. തങ്ങളെവിടെയെന്നറിയില്ല, തങ്ങളെ ഹുജ്റത്തു ശരീഫ അറിയില്ല. എങ്ങനെ അറിയാനാ? ഈ ഭൂമി മൊത്തം മാറിയില്ലേ? ഈ ഭൂമി മുഴുവനും നിരന്ന ഒരു സ്ഥലമല്ലേ? കുന്നുകളില്ലല്ലോ, കുഴികളില്ലല്ലോ, ഒരടയാളവുമില്ലല്ലോ. ഈ 4 മലക്കുകളും ചിന്തിക്കുന്നു, ഹബീബ് റസൂലുള്ളാഹ് എവിടെയാണെന്നറിയാ. പാടുപെടുമ്പോ അല്ലാഹ് ഭൂമിയിൽ നിന്ന് ചെറിയൊരു പ്രകാശം മേലോട്ടടിക്കുന്നു. ആ പ്രകാശത്തിന്റെ സമീപത്തുനിന്നൊരു വിളി കേൾക്കുന്നു, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതാണ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിളി കേൾക്കുമ്പോ ഈ 4 മലക്കുകളും ഹുജ്റത്തു ശരീഫിന്റെ സമീപത്തെത്തിപ്പോയി. മുത്തുനബിന്റെ ഖബറിന്റെ സമീപത്തെത്തിപ്പോയി. ഹബീബായ തങ്ങളെ ചുറ്റും നിൽക്കുന്നു. ആരാണ് തങ്ങളെ വിളിക്കുക? ജിബ്രീൽ പറയും, ഞാൻ വിളിക്കൂല. ഇസ്രാഫീൽ, ഞാൻ വിളിക്കൂല. അസ്രായീലും പറഞ്ഞു, ഞാൻ വിളിക്കൂല. 4 മലക്കുകളും വിളിക്കൂല. അവസാനം പറയും, നിങ്ങളല്ലേ ഈ ലോകം മുഴുവനും നശിപ്പിക്കാനുള്ള ഉത്തൂതിയത് നിങ്ങളല്ലേ? ഇനി എല്ലാവരും രണ്ടാമത് ഉയർത്തെഴുന്നേൽക്കാൻ വിധിയൂതുന്നതും നിങ്ങളല്ലേ? നിങ്ങൾ വിളിക്കുക. ഇസ്രാഫീലിന് സമ്മതമല്ല, എനിക്ക് ലജ്ജയാ. ഞാനെങ്ങനെ തങ്ങളെ വിളിക്കും? ഞാൻ വിളിക്കൂല. മഹാനായ ഇസ്രായീൽ, നിങ്ങളല്ലേ അവിടുത്തെ ആത്മാവിനെ പിടിച്ചത്, നിങ്ങളല്ലേ അവിടുത്തെ റൂഹ് പിടിച്ചത്, നിങ്ങൾ തന്നെ വിളിക്കൂ. മഹാനായ ഇസ്രായീൽ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സലാത്ത് പറയുന്നു. മിണ്ടാട്ടമില്ല, തങ്ങള് പ്രതികരിക്കുന്നില്ല. വീണ്ടും വീണ്ടും പറയുന്നു, തങ്ങൾക്ക് മിണ്ടാട്ടമില്ല, ഒരു പ്രതികരണവുമില്ല. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സർവ്വ സൃഷ്ടികളെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പിരിക്കപ്പെട്ടവരാ. അതിന് ഹേതുകമായ നഫ്സ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടവരാ. ഇസ്രാഫീൽ അലൈഹിസ്സലാം തങ്ങളെ സമീപത്തുനിന്ന് സലാം പറഞ്ഞു വിളിക്കുമ്പോ ഹബീബ് എഴുന്നേറ്റിരുന്നു. ഫൻഷഖൽ ഖബറു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ പൊട്ടിപ്പോയി. തങ്ങളെ എഴുന്നേറ്റിരുന്നു. ഫമസഹ ബിയദിഹി, തങ്ങളെ കൈകൊണ്ട് മുഖവും താടിയും ശരിക്ക് തടവിയിട്ട് മണ്ണുകൾ നീക്കുന്നു. അവിടുന്ന് എഴുന്നേൽക്കുന്നു. സമയമായോ? ഭൂമിക്ക് എന്തു പറ്റി? ഈ ഭൂമി പറയാൻ തുടങ്ങിയത് ഹബീബായ നബിയേ, എനിക്ക് നീളാൻ സമ്മതമായി. അകത്തുള്ളതൊക്കെ പുറത്ത് തള്ളാൻ, പുറത്തേക്കിടാൻ റബ്ബിന്റെ കൽപ്പന വന്നു പോയി. ഹബീബായ തങ്ങൾ ഖബറിന്ന് പുറത്ത് വരികയാ. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തതറിയില്ലേ? വലത്തെ കയ്യിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൈ പിടിച്ചിട്ട് ഇടത്തേത് കൊണ്ട് സുബ്ഹാനായ ഉമറുൽ ഫാറൂഖ്
റളിയല്ലാഹു അൻഹു തങ്ങളെ കൈയും പിടിച്ചിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങൾ ഖബറിൽ എഴുന്നേറ്റ് വരുന്നത്, ഇങ്ങനെയാണ് ഞങ്ങൾ മൂന്നും എഴുന്നേറ്റ് വരുന്നത്. മുഹമ്മദ് ഇബ്നു സിരീൻ ഹബീബായ തങ്ങളുടെ ഹുജ്റത്തുൽ ശരീഫയിൽ വന്നുകൊണ്ട് പറഞ്ഞില്ലേ, ഈ മൂന്ന് പേരും ഒരു മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ സത്യം ചെയ്താൽ അത് പിഴക്കുകയില്ല. ഓരോരുത്തരെയും എവിടെയാ മറവ് ചെയ്യപ്പെടുന്നത്? ആ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. മിന്നാ ഖലഖനാകും വഫിയാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നല്ല അർത്ഥം മക്കളെ. ഈ മണ്ണിൽ നിന്നാണ് നിന്നെ പടച്ചത്, ഈ മണ്ണിൽ നിന്നാണ് നിന്നെ രണ്ടാമത് മണ്ണിലേക്ക് മടക്കുന്നത്. ഈ മണ്ണിൽ നിന്നു തന്നെയാ നിങ്ങളെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. ഈ മൂന്ന് പേരെയും ഒരേ മണ്ണിൽ മറവ് ചെയ്യപ്പെട്ടതിനാൽ ഈ മൂന്ന് പേരും ഒരു മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാ. ഈ മൂന്ന് പേരും ഒന്നിച്ച് കയ്യും പിടിച്ച് പുറത്തു വരുന്നതാ. ഹബീബ് പുറത്തു വന്നപ്പോൾ 70 ഹുല്ലകൾ ധരിപ്പിക്കപ്പെട്ടു, സ്ഥാനവസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെട്ടു. വലിയ വലിയ നേതാക്കൾക്ക് എത്ര മേൽവസ്ത്രങ്ങളാ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിൽ വെച്ച് പണി കഴിച്ചിട്ടുള്ളത്, പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ടത് ഈ 70 ഹുല്ലകളോ 70 വസ്ത്രങ്ങളും തങ്ങൾക്ക് ധരിപ്പിക്കപ്പെട്ടു. താജുൽ കറാമ എന്ന കിരീടം അണിയിക്കപ്പെട്ടു. ലിവാഉൽ ഹംദ് എന്ന കൊടി, ആകാശം മുട്ടി നിൽക്കുന്ന കൊടി, ശരിക്കും അതാ പച്ച കോമേദകത്തിന്റെ കളറുള്ള പവിഴത്താൽ നിർമ്മിക്കപ്പെട്ട അതിവില പിടിപ്പുള്ള സ്വർഗത്തിലെ വൈരക്കല്ലുകളാൽ തൊട്ട് വെക്കപ്പെട്ട അത്ഭുതകരമായ കൊടിയ ഹബീബായ തങ്ങൾക്ക് മുമ്പിൽ മഹാനായ ഇസ്രാഫീൽ പിടിക്കുകയാ. വാഹനം കൊണ്ടുവന്നു. ആ ബുറാഖ് എന്ന വാഹനം അടിപ്പിക്കുമ്പോൾ അടിക്കാൻ പറ്റൂല. ഈ വാഹനത്തിൽ ആരും കയറരുത്. ഈ വാഹനം മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളല്ലാതെ എന്റെ പുറത്ത് കയറരുത്. ഹബീബായ തങ്ങൾ പറയുന്നു, അബ്ദുൽ മുത്തലിബിന്റെ മകനാണു ഞാനാണ് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് എന്നും പറഞ്ഞ് തങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട ബുറാഖിൽ കയറ്റിയിരുത്തി മലക്കുകൾ കൊടി പിടിച്ച് ഹബീബായ തങ്ങളുടെ പിറകിൽ അങ്ങ് പോവുകയാ, തങ്ങളെ കൊണ്ടുപോവുകയാ. എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നറിയോ? മുമ്പ് മഹാനായ മുത്തുനബിയെ ഇതേ ബുറാഖിന്റെ വാഹനത്തിൽ തങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഹബീബായ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ ബുറാഖ് എന്ന വാഹനം കൂടിയത് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞ പോലെ തങ്ങളെ യാത്രയ്ക്ക് സ്പീഡ് കൂടാനല്ല, തങ്ങളെ യാത്രയുടെ സ്പീഡ് കുറയ്ക്കാനാ. അല്ലാഹുവിന്റെ റസൂൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറം യാത്ര പോയിട്ടുണ്ട്, പ്രകാശവർഷങ്ങൾക്കപ്പുറം യാത്ര പോയിട്ടുണ്ട്. എന്തായിരിക്കും അതിന്റെ സ്പീഡ്? പ്രകാശത്തിന് ലൈറ്റിന് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡാണെങ്കിൽ എന്ന് പറയുമ്പോഴേക്ക് 3 ലക്ഷം കിലോമീറ്ററിലേക്ക് ഈ ലൈറ്റ് എത്തുമെങ്കിൽ ആ ലൈറ്റിനേക്കാൾ വലിയ പ്രത്യേകതയല്ലേ തങ്ങൾക്ക്? അല്ലാഹുവിന്റെ റസൂൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശത്തേക്ക് യാത്ര ചെയ്തപ്പോ പ്രത്യേകം വാഹനങ്ങൾ കാണുന്നില്ല, ഹദീസുകളിലില്ല, ചരിത്രങ്ങളിലില്ല. എങ്കിൽ തങ്ങളെ വേഗത എത്രയാ? പ്രകാശങ്ങൾക്ക്
പ്രകാശവർഷങ്ങൾക്കപ്പുറം ആകാശങ്ങളിലേക്ക് അത്രയും പെട്ടെന്ന് തങ്ങളെത്തിയെങ്കിൽ ഈ തങ്ങളെ വേഗത എത്രയാ? ഈ തങ്ങളെ സ്പീഡ് എന്താ? പ്രകാശത്തെക്കാൾ കൂടുതൽ വേഗതയുള്ള ഹബീബായ തങ്ങളുടെ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ തങ്ങൾ വാഹനമില്ലാതെ ബുറാക്കില്ലാതെ നേരിട്ടങ്ങ് പോയിരുന്നെങ്കിൽ ഒരു ബൈത്തുൽ മുഖദ്ദസും കാണൂല. നിമിഷ നേരം കൊണ്ട് പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്തെത്തുമല്ലോ. അതുകൊണ്ട് ബുറാക്ക് എന്ന വാഹനം തങ്ങൾ ഉപയോഗിച്ചത് തങ്ങളുടെ യാത്രയുടെ സ്പീഡ് കൂടാനല്ല, തങ്ങളുടെ യാത്രയുടെ സ്പീഡ് കുറയാനാണ്. ആ ബുറാക്ക് എന്ന വാഹനം തന്നെയാ അന്നും കൊണ്ടുവരപ്പെടുന്നത്. ആ വാഹനത്തിൽ ഹബീബായ തങ്ങളെ കൊണ്ടുപോയി ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയുടെ തൊട്ട് മുൻപിലുള്ള അസ്സഹ്റാ, അമ്പിയാക്കൾ വിശ്രമിച്ച സഹ്റയാ. ലക്ഷക്കണക്കിന് അമ്പിയാക്കളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ അപുണ്യഭൂമിയില്ലേ, അവിടെയല്ലേ പ്രവാചകന്മാര് മൃഗങ്ങളെ തെളിച്ചിരുന്നത്? ആ പാറ ഇന്നും സൂക്ഷിക്കപ്പെട്ടില്ലേ? ആ പാറപ്പുറത്താണ് തങ്ങൾക്ക് സിംഹാസനം ഒരുക്കിയത്. ആ സിംഹാസനത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഇരുത്തുകയാ. എനിക്കും നിങ്ങൾക്കും കാണാനുള്ള രംഗങ്ങളാ, അനുഭവിക്കാനുള്ള രംഗങ്ങളാ. വിനീതനായ ഞാനത് നേരത്തെ പറഞ്ഞെന്നു മാത്രം, തങ്ങൾ പറഞ്ഞ ഹദീസ് ഒന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. ആഖിറത്തെ കുറിച്ച് ശ്രദ്ധയുണ്ടാവാൻ വേണ്ടി ആ വാഹന കസേരയിൽ തങ്ങളെ ഇരുത്തിയിട്ട് മഹാനായ ജിബ്രീൽ തങ്ങൾ സമീപത്ത് നിൽക്കുന്നു. തൊട്ടടുത്ത് പാറപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഇനി മഹാനായ ഇസ്രാഫീലിന്റെ വിളി വരുന്നത്. അല്ലാഹു നഫിഖ ഫീഹി നഫഖത്തുൻ നുഖറാ. പാറപ്പുറത്ത് നിന്നുകൊണ്ട് മഹാനായ ഇസ്രാഫീൽ രണ്ടാമതൊരു ഊതുമ്പോൾ ഫൈദാഹും ഖിയാമുൻ യൻറുൻ. ആഖിർ സമാനിലെ മക്കളെ, ഞാനും നിങ്ങളും ഓതുന്ന ഖുർആനിലെ, ഞാനും നിങ്ങളും പഠിക്കുന്ന ഖുർആനിലെ, ഞാനും നിങ്ങളും ചുമലിലേറ്റുന്ന ഖുർആനിലെ, ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഖുർആനിലെ, ഈ ഖുർആന് വേണ്ടിയിട്ട് ജീവൻ വേണോ ജീവനിതാ, രക്തം വേണോ രക്തമിതാ, ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചി വിരിച്ചിട്ട് ഈ നെഞ്ചിലേക്ക് തീതുപ്പുന്ന പീരങ്കി സ്വീകരിക്കാൻ സന്നദ്ധനായിട്ടുള്ള മുസ്ലിമേ, ഈ ഖുർആൻ പറയുന്നത് അറിയുമോ? ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ട് മുൻപിലുള്ള പാറപ്പുറത്ത് നിന്ന് മഹാനായ ഇസ്രാഫീൽ ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്നു. എന്താണ് അനൗൺസ്മെന്റ് ചെയ്യുന്നത്? അല്ലാ അല്ലാ യാ അയ്യത്തുൽ നിദാമുൽ ബാലിയ വൽ ലുഹൂമുൽ മുതമസ്സിഖ والشعور المتفرقة اجمعوا لفصل القضاء. നുരുമ്പിപ്പോയ എല്ലുകളെ, ചിന്തിച്ചിതറിയ മാംസപേശികളെ മാതാവിന്റെ ഗർഭാശയത്തിൽ അസ്ഥികൂടമായി രൂപപ്പെട്ട് ആ വീണ്ടും മാംസങ്ങൾ മുഴുവനും കൊഴിഞ്ഞ് ഖബറിൽ അസ്ഥികൂടമായി ബാക്കിയായി. ആദ്യം അല്ലാഹു തആല ഭ്രൂണത്തെ അസ്ഥികൂടമാക്കിയല്ലോ, അസ്ഥികൂടം വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞല്ലോ. വീണ്ടും ഖബറിലെത്തി കഴിഞ്ഞാൽ ആ മാംസങ്ങളൊക്കെ തൊഴിഞ്ഞു പോയാൽ വീണ്ടും അസ്ഥികൂടമാ. 206 എല്ലുകളാ, 206 എല്ലുകളാ അസ്ഥികൂടമാ. ആ അസ്ഥികൂടങ്ങൾ മുഴുവനും നുരുമ്പിപ്പോയ എല്ലുകളെ ചിന്നിച്ചിതറിയ രോമങ്ങളെ നിങ്ങളൊക്കെ ഒരുമിച്ചുകൂടൂ. നിങ്ങൾക്കൊക്കെ ഒരു തീരുമാനം വരാനുണ്ട്. നിങ്ങളൊക്കെ ചെയ്തതിനും പറഞ്ഞതിനും തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് തരാനുണ്ട്. നിങ്ങളോടൊക്കെ വിചാരണ ചെയ്യാനുണ്ട്, നിങ്ങളോടൊക്കെ കണക്ക് തീർക്കാനുണ്ട്, നിങ്ങൾക്കൊക്കെ കണക്ക് പറയാനുണ്ട്, നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് വിചാരണയുണ്ട്. അതിനുവേണ്ടി നിങ്ങളൊന്ന് ഒരുമിച്ചുകൂടൂ എന്ന് ഇസ്രാഫീൽ പാറപ്പുറത്തുനിന്ന് വിളിച്ച് പറയുമ്പോ ഫഇദാഹും
ഇലാഹും ഖിയാമുൻ യൻദുറൂൻ. കട്ടത്തിലെ പള്ളിക്കാട്ടിൽ നിന്ന് ആളുകൾ ഖബർ പൊട്ടി പുറത്തു വരുന്നു. എല്ലാ ശവകുടീരങ്ങളിൽ നിന്നും, എല്ലാ സെമിത്തേരികളിൽ നിന്നും, എല്ലാ ചുടലകളിൽ നിന്നും, എവിടെയെല്ലാം മനുഷ്യന്റെ ഡെഡ് ബോഡികളുണ്ടോ, ആ ഡെഡ് ബോഡികളുടെ അവശിഷ്ടങ്ങളുണ്ടോ, അത്ഭുതമുണ്ടോ, മഴ പെയ്ത ശേഷം അതാ പുൽക്കൊടികൾ മുളച്ചു വരും പോലെ ഈ ഖബർ നെയ്നേറ്റിരിക്കുന്നു. ഖബർ പൊട്ടി പുറത്തു വരുന്നു. ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ. അതാ തുറിച്ചു നോക്കുകയാ. ഖാലൂ യ വൈലന മംബഅസന മിൻ മർകദിനാ. ഇസ്രാഫീൽ എന്ന മലക്ക് ഒന്നാമത്തെ ഊതൂതിയപ്പോൾ എല്ലാവരും സുഖനിദ്രയില്. അതുവരെ ശിക്ഷ അനുഭവിച്ചവർ, അതുവരെ അദാബ് അനുഭവിച്ചവർ എല്ലാവരും നല്ല നിദ്രയിലോ, നല്ല ഉറക്കിലോ. ഈ ഉറക്കിലാരാണ് ഞങ്ങളെ ഉണർത്തിയത് എന്നും പറഞ്ഞ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണും നട്ട് മേൽപോട്ട് തുറിച്ചു നോക്കിയിട്ട് നിൽക്കുമ്പോ അത് രണ്ടും രണ്ട് വാക്കുകളാ. ചോദിക്കുന്നത് ഒരു കൂട്ടരാ, പറയുന്നത് മറ്റൊരു കൂട്ടരാ. റഹ്മാനായ റബ്ബിന്റെ വഅദ സത്യമായി. ഇത് സത്യമായല്ലോ. പ്രവാചകന്മാര് പറഞ്ഞത് സത്യമായല്ലോ. പുനർജന്മം നടന്നല്ലോ. ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചല്ലോ. റബ്ബിലേക്ക് മടങ്ങിയെത്തിയല്ലോ. ഇനി അവൻ ചോദിക്കുമല്ലോ. ഇനി കണക്കുണ്ടാകുമല്ലോ. ഇനി പാലം കടക്കണമല്ലോ. ഇനി നരകമുണ്ടല്ലോ. ഇനി വിചാരണയുണ്ടല്ലോ. ഇനി മഹ്ശറയുണ്ടല്ലോ. എല്ലാം വ്യക്തമായി പോയി. ഇനി സങ്കടങ്ങളാ, ഇനി ദുഃഖങ്ങളാ. അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്ക് നിങ്ങള്, ഞാൻ ആ മഹ്ശറയിലേക്ക് എത്തുന്നേ ഉള്ളൂ, എഴുന്നേറ്റിട്ടേ ഉള്ളൂ. നിങ്ങൾക്കറിയുമോ? ഒരു കാര്യം കൂടി പറയട്ടെ. ഏകദേശം 2005 ഞാൻ ഓർക്കുന്നു. 15 വർഷം മുമ്പ് നമ്മുടെ കേരളക്കര മലപ്പുറം ജില്ലയില് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കോട്ടക്കലെടുത്ത് അങ്ങ് പൂക്കിപ്പറമ്പിൽ ഒരു ബസ് കത്തി. ഒരു ബസ് കത്തിയപ്പോൾ ആ ബസ് കത്തിയിട്ട് ആ ബസ്സിലുള്ള ആളുകളൊക്കെ വെന്തുപോയി. അങ്ങനെ ആ ബസ് മറിഞ്ഞിട്ട് കത്തിയപ്പോൾ അന്ന് മുതൽക്കാണ് ബസ്സുകൾക്കൊക്കെ പ്രത്യേകമായി എമർജൻസി എക്സിറ്റ് ഡോറുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതിന്റെ മുമ്പ് എക്സിറ്റ് പ്രത്യേകം എമർജൻസി ഡോറുകൾ ഉണ്ടായിരുന്നില്ല. ഒരു പിതാവ് സാഹസപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി. 10-40 വയസ്സുള്ള ഒരാള് പുറത്തേക്ക് സുരക്ഷിതമായിട്ട് ഇറങ്ങിയപ്പോഴാണ് അയാൾക്ക് ഓർമ്മയായത്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ബസ്സിനകത്തുണ്ട്. ആ ഇറങ്ങിയതായ മനുഷ്യൻ ആ ബസ്സിലേക്ക് തന്നെ തിരിച്ചു കയറി. കത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സിനകത്തേക്ക് കയറിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കയ്യും പിടിച്ചിട്ട് പതുക്കെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴും അയാൾ സുരക്ഷിതനാ. അപ്പോഴാണ് അയാൾക്ക് ചിന്ത വന്നത്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാ വാഹനത്തിലുണ്ടല്ലോ. അതിഭയങ്കരമായി സാഹസപ്പെട്ട് 2 തവണ മരണം കൺമുമ്പിൽ കണ്ട് രക്ഷപ്പെട്ടതായ തന്റെ ആ മനുഷ്യൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ബസ്സിനകത്തുണ്ടെന്നറിഞ്ഞിട്ട് ആ മകനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വീണ്ടും ബസ്സിലേക്ക് പോയതാ. ബസ്സിലേക്ക് പോയിട്ട് കത്തിയാളുന്ന ബസ്സിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെയും എടുത്തിട്ട് മകനെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ബാഹ്യമായി തീപ്പൊള്ളലേറ്റെങ്കിലും, പക്ഷേ തന്റെ പ്രിയപ്പെട്ട മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബസ്സിലേക്ക് കയറിയപ്പോഴ് ആ പാവപ്പെട്ട മനുഷ്യൻ അതിഭയങ്കരമായ തീപിടുത്തത്തിൽപ്പെട്ട് ആ മനുഷ്യൻ പൊള്ളലേറ്റ് മരിച്ചുപോയി. മക്കളെ, ഞാൻ ചോദിക്കുന്നു, എന്താണ് ആ മനുഷ്യൻ ചെയ്തത്? തന്റെ ശരീരം ശരിക്കും സുരക്ഷിതമാ. ഒരു നൂല് പോലും കത്തിയിട്ടുണ്ടായിരുന്നില്ല. സുരക്ഷിതമായി പുറത്തേക്ക് എത്തിയപ്പോഴാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ഓർത്തത്. ആ ഭാര്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീ
തീയിനകത്തേക്ക് ആ മനുഷ്യൻ എടുത്തു ചാടി, ഭാര്യയെ രക്ഷപ്പെടുത്തി. രണ്ടാമതും ആ മനുഷ്യൻ മരണത്തിന്റെ മുഖത്ത് നിന്ന് രക്ഷപ്പെട്ടു. പിന്നെയും ആ മനുഷ്യൻ തന്റെ മരണം കാണുകയാ, തന്റെ ജീവിതം അവസാനിക്കുന്നത് കാണുകയാ. ആ മരണത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കയറി. മനുഷ്യൻ മരിച്ചെങ്കിൽ നിങ്ങൾക്ക് കേൾക്കണോ, നാളെ നിങ്ങളെ പ്രിയപ്പെട്ട മക്കളെ കാണുമ്പോ, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയെ കാണുമ്പോ അല്ലാ അല്ലാ, നരകം കത്തിയെരിയുന്ന നരകത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ വലൗ തറായിദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, അല്ലാ വലൗ തറാ ഇത് വഖിഫു അലന്നാർ, അവര് നരകത്തിന്റെ അരികിൽ നിർത്തപ്പെടുമ്പോൾ സ്വന്തം പ്രിയപ്പെട്ട ഉപ്പയാണ്, ബാപ്പയാണ്, മകളാണ്, പ്രിയപ്പെട്ട ഭാര്യയാണ്, മക്കളാണ് ആ നരകത്തിലേക്ക് അങ്ങ് വീഴുന്നതെങ്കിൽ ഇല്ല ഇല്ല, ഒരു മകനും നോക്കൂല, ഒരു ഉപ്പയും തന്റെ പ്രിയപ്പെട്ട മകനെ നോക്കുകയില്ല, ഒരു ഭർത്താവും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ശ്രദ്ധിക്കുകയില്ല. ഏറ്റവും കൂടുതൽ പടച്ച റബ്ബാദ്യം പറഞ്ഞത് സ്വന്തം സഹോദരനെ കാണുമ്പോൾ ഓടുകയോ. ഈ ദുനിയാവിൽ പലപ്പോഴും സഹോദരന്മാര് തമ്മിലാ ഏറ്റവും അകൽച്ചയുണ്ടാവാറ്, ഏറ്റവും കൂടുതൽ പിണക്കമുണ്ടാവാറ്, ഏറ്റവും പരസ്പരം പോരുകൾ ഉണ്ടാവാറ്, ഏറ്റവും തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ട സഹോദരനെ കാണുമ്പോൾ ഓടിയൊളിക്കുന്ന ജട്ടനാ, ഓടിയൊളിക്കുന്ന അനുജനാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണുമ്പോൾ ഓടിയൊളിക്കുകയാ. ഇല്ല ഇല്ല, ഈ നരകം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് സ്നേഹം വരില്ല, ഭാര്യയെ കുറിച്ച് ചിന്ത വരില്ല, മക്കളെ കുറിച്ച് ചിന്ത വരില്ല, സ്വന്തം പ്രിയപ്പെട്ട അനുജനെ പറ്റി ചിന്ത വരില്ല, നേതാവിനെ പറ്റി ചിന്ത വരില്ല. അങ്ങനത്തെ ഒരു രംഗമുണ്ട് മക്കളെ. അതൊക്കെ ഇനിതാ സത്യമാവാൻ പോവുകയാ. ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞല്ലോ, ഇനി മൊത്തം സംഭവിക്കുമല്ലോ. ഏത് വിശ്വാസമില്ലാത്തവനും വിശ്വസിച്ചു പോയി, ഏത് നിഷേധിയും വിശ്വസിച്ചു പോയി. ദൈവമില്ലാന്ന് പറഞ്ഞിരുന്നവൻ, ഉയർത്തെഴുന്നേൽപ്പില്ലാന്ന് പറഞ്ഞിരുന്നവൻ എങ്ങനെ ജീവിച്ചാലെന്താ, കള്ളു കുടിച്ചാലെന്താ, നിസ്കരിച്ചില്ലെങ്കിലെന്താ, ആലിമീങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലെന്താ, വയത് കേട്ടില്ലെങ്കിലെന്താ, ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലെന്താ, ഖുർആൻ പഠിച്ചില്ലെങ്കിലെന്താ, എങ്ങനെ ജീവിച്ചാലെന്താ എന്ന് പറഞ്ഞ ധിക്കാരികൾ മുഴുവനും ഇന്ന ഇലൈനാ ഇയാബഹും തിരിച്ചു വരുന്ന സമയമാ, തിരിച്ചു പോകുന്ന സമയമാ, കണക്ക് ചോദിക്കുന്ന സമയമാ. ഇങ്ങനത്തെ ഒരു വശം നമുക്ക് വരാനുണ്ട്, ഒരവസ്ഥ വരാനുണ്ട്, രംഗമുണ്ട് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉറപ്പെടുത്തി. ഓർത്ത് ജീവിച്ചാൽ നമുക്ക് നല്ലത്, ഓർത്ത് ജീവിച്ചാൽ നമുക്ക് രക്ഷ, ആ നിലത്ത് ജീവിച്ചാൽ നമുക്ക് ഖൈർ. വൽ ആഖിറത്തു ഖൈറു വ അബ്ഖാ ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ. ഇത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല, പൂർവ്വവേദങ്ങളിലൊക്കെയും ഉള്ളതാ. സുഹുഫി ഇബ്രാഹീമ വ മൂസാ, മൂസാ നബിയുടെ ഏടുകളിലുണ്ട്, ഇബ്രാഹീം നബിയുടെ ഏടുകളുണ്ട്, വേദങ്ങളിലൊക്കെയുണ്ട്, വേദപുസ്തകങ്ങളിലൊക്കെയുണ്ട്, മതഗ്രന്ഥങ്ങളിലൊക്കെയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിച്ചോ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കാൻ, ആഖിറത്തെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. കഴിഞ്ഞ തവണ ഞാൻ വന്ന് പ്രഭാഷണം നടത്തിയപ്പോ നമ്മുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഖാദിർ ഹാജി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നവരെ ഖബറിലാ. അല്ലാഹു ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ, അവിടുത്തെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ജീവിതത്തിൽ ചെയ്ത സുഹൃത്തുക്കൾ ഖബറിൽ വെളിച്ചമായി അല്ലാഹ് എത്തിച്ചു കൊടുക്കട്ടെ. അടുത്ത ഉറൂസാകുമ്പോൾ ആരൊക്കെയാ ഖബറിലാകുക എന്നറിയില്ല, ബാക്കി കേൾക്കാൻ സാധിക്കുക എന്നറിയില്ല. അന്ന് കേട്ടിട്ട് എന്തു കാര്യം, നിങ്ങളെക്കാൾ കൂടുതൽ ക്ഷമയോടുകൂടി സമാധാനത്തോടുകൂടി ഈ ഖബറിൽ കിടക്കുന്നവർ കേൾക്കുന്നെന്ന് എനിക്കറിയാം, അവർ ശ്രദ്ധിച്ചുണ്ടെന്ന് എനിക്കറിയാം.
അവരിതൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാ. അവർക്ക് ശരിക്കും ബോധമുണ്ടെന്നറിയാ, അവർ പ്രതികരിക്കുന്നുണ്ടെന്നറിയാ. പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയൂല. അടുത്ത ഉറൂസ് നടക്കുമ്പോൾ, അടുത്ത പ്രഭാഷണം നടക്കുമ്പോൾ ആരാണ് ഇവിടെ ഉണ്ടാവുക? ആരാണ് ഈ സദസ്സ് ധന്യമാക്കാനുണ്ടാവുക? ആരാ ഒന്ന് കണ്ണുനീർ പൊഴിക്കാനുണ്ടാവുക? ആരാണ് ആമീൻ പറയാനുണ്ടാവുക? ആരാ ഒന്ന് സ്വലാത്ത് ചൊല്ലാനുണ്ടാവുക? ആരാ ഒന്ന് ചിന്തിക്കാനുണ്ടാവുക? നമുക്കറിയില്ല. അല്ലാഹു നമ്മുടെ ഒക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ, നന്നാക്കി തരട്ടെ.